വർഷം 1926. അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് അവിടുത്തെ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ആൽക്കഹോളുകളിൽ ഒരു ആൽക്കഹോളിക് പദാർത്ഥവും അത്യധികം വിഷം നിറഞ്ഞതുമായ മെഥനോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് ആളുകൾ ബൂട്ട്ലെഗ് മദ്യം നിർമ്മിക്കാൻ ഈ ആൽക്കഹോളുകൾ ഉപയോഗിച്ചിരുന്നു. മദ്യനിരോധനം അക്കാലത്ത് അമേരിക്കയിൽ തുടർച്ചയായ പരാജയമായിരുന്നു ഗവൺമെൻറ്റിന് സമ്മാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ ആൽക്കഹോളിൽ വിഷപദാർത്ഥമായ മെഥനോളിൻ്റെ അളവ് കൂട്ടിയതിൻ്റെ പ്രധാന ഉദ്ദേശം. തനിയെ താൻ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ തൻ്റെ കയ്യിൽ വന്നിരിക്കുന്നതെന്ന് ഒരു മദ്യപാനിയെ ഇത് ഓർമ്മിപ്പിക്കുമെന്നാണ് ഒരു ഗവൺമെൻറ് രസതന്ത്രജ്ഞൻ ന്യൂയോർക്ക് ടൈംസിനോട് അന്ന് പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ മദ്യപാനം നിർത്തിയില്ല. കയ്യിൽ കിട്ടിയ എല്ലാതരം മദ്യവും അവർ വാങ്ങി അകത്താക്കി. പല അമേരിക്കക്കാരും അതിവിഷം കലർന്ന മദ്യം കുടിച്ചു. ഇതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് പേർ മരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടത് ജനങ്ങളുടെ മദ്യപാനം പരമാവധി കുറയ്ക്കാൻ ഒരു പരിധി വിട്ട് അങ്ങേയറ്റം വരെ പോയ ഒരു സർക്കാരിനെയാണ്. കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നിലവിലുള്ള കാര്യം നമുക്കറിയാം. ആൽക്കഹോൾ അടങ്ങിയ മദ്യം യഥേഷ്ടം കിട്ടുന്ന ഒരു സാഹചര്യം. കൂടുതൽ ബാറുകൾ തുറക്കുന്നു, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ തുറക്കുന്നു. ആർക്ക് വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാം. ബിയറല്ലേ കുടിക്കുന്നതിനെന്താ എന്ന് പറയുന്ന ആളുകളോട് ബിയർ എന്താ ആൽക്കഹോൾ അടങ്ങിയതല്ലേ? ഇഷ്ടമുള്ള ഒരു കാര്യം അത് എത്ര മോശമായാലും അതിനെ ഒഴിവാക്കാതിരിക്കാൻ അതിൻ്റെ വളരെ ചെറിയ ഗുണഗണങ്ങൾ അക്കമിട്ട് നിരത്തി അതിൻ്റെ കാര്യമായ ദോഷവശത്തെ മറച്ചു പിടിക്കാനുള്ള മനുഷ്യൻ്റെ ആ കഴിവ് ഈ ബിയറിൻ്റെ കാര്യത്തിൽ പ്രകടമാണ്. അടുത്തത് സർക്കാർ ചെയ്തു തരുന്ന മറ്റൊരു കാര്യം ഹോം ഡെലിവറി കൊണ്ടുവരുന്നു. മദ്യം ആവശ്യമുള്ള ആർക്കും പരസ്യമായി വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രത്യേകിച്ച് അവരുടെ സൗകര്യത്തിന് ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തിക്കാം. സർക്കാരിന് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. മദ്യദാരിദ്ര്യം ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ ഒന്ന് ഈ സിസ്റ്റത്തോട് ചോദിക്കട്ടെ, എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇതൊക്കെ കാണുന്നതിലൂടെ കൊച്ചുകുട്ടികളടങ്ങുന്ന പുതുതലമുറയ്ക്ക് ലഭിക്കുന്നത്? ഇവിടെ ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റ് ലഹരികളുടെ കാര്യം തൽക്കാലം ഇവിടെ പറയുന്നുമില്ല. ചില കാര്യങ്ങൾ, ചോരയും നീരുമുള്ള ഒരു യുവതയെ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത് കാരണമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വബോധത്തിൽ ഒന്നും ചെയ്യാൻ ധൈര്യം കാണിക്കാതെ ലഹരിയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു തലമുറയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതോടൊപ്പം സിനിമയോടും കൂടി ഒരു കാര്യം, തൻ്റെ ഇടമുള്ളവർ കുടിക്കും, ആണായാൽ കുടിക്കണം, ഇങ്ങനെയുള്ള ഡയലോഗുകൾക്കൊപ്പം ഇന്നത്തെ സിനിമകളിൽ ടീനേജേഴ്സിൻ്റെ അടക്കം തുടരെ കാണിക്കുന്ന മദ്യപാന രംഗങ്ങൾ അതേപടി ജീവിതത്തിലെ ടീനേജേഴ്സ് അവരെ സ്വാധീനിക്കുന്ന ഘടകമായ സിനിമയിൽ നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ പോലെ തന്നെ അവരുമായി ബന്ധമുള്ളവരെയും ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധമുള്ളവരുടെ ജീവിതശൈലി അപകടകരമാകുന്ന വിധത്തിൽ മാറുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുതിയ അസുഖങ്ങൾ നേടിയെടുത്ത് എല്ലാവർക്കും പരസ്പരം ഭാരമായി മാറേണ്ടി വരുന്ന ഒരു ജനവിഭാഗത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്തിന് ചിന്തിക്കണമല്ലേ? സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്ന വിശാലമായൊരു മാർഗമല്ലേ? അതെന്തിന് നഷ്ടപ്പെടുത്തണം? അതും ലോക്കൽ സപ്പോർട്ടും മീഡിയം സപ്പോർട്ടും ഹൈ ലെവൽ സപ്പോർട്ടും കിട്ടുന്ന മദ്യത്തിന്. ഒരു കാര്യം മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. നമ്മൾ എന്താകണമെന്ന് മാത്രമല്ല എന്ത് ആകരുതെന്ന് കൂടി ചിന്തിക്കുന്നിടത്ത് ഇതിനെയൊക്കെ മറികടക്കാൻ ഏത് സമയത്തും ആർക്കും സാധിക്കും. മദ്യപാനം നല്ല ജീവന് ഹാനികരം.